ക്ഷമിച്ചു എന്നേ ഇപ്പോഴും ഞാൻ പറഞ്ഞു ക്ഷമിച്ചല്ലോ. ക്ഷമിക്കുക എന്നുള്ളതും എന്താ പറയണ്ടേ, ഇപ്പൊ ഞാൻ അവിടെ വെച്ച് കാര്യം പറയാം. എനിക്ക് ഓപ്പറേഷൻ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടാകുമെന്നോ ഞാൻ ഇത്ര ദിവസം ഹൗസിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്നോ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്റെ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെ സ്റ്റിൽ ഇപ്പോഴും ഉള്ള എന്റെ കാര്യങ്ങളിനകത്ത് ലിമിറ്റേഷൻസ് വരുമെന്ന് എനിക്കപ്പോൾ അറിയില്ല. നമുക്ക് പേഴ്സണൽ ലെറ്റർ വരുവാണ്. അതായത് ഇപ്പൊ സിജോ, ഇത് സിജോയ്ക്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുന്നത്. അപ്പൊ സിജോയ്ക്ക് എന്ന് പറഞ്ഞിട്ട് സിജോയുടെ മെഡിസിൻ ഇന്ന കഴിക്കണം അങ്ങനെ ആയിരിക്കും പറയുന്നത്. ഡ്രസ്സ് വന്നില്ല എന്നുണ്ടെങ്കിൽ സിജോയ്ക്ക് ഈ വീക്കിൽ ഡ്രസ്സ് വന്നിട്ടില്ല, അതുകൊണ്ട് വീട്ടുകാർ അയച്ചാൽ ഉടൻ തന്നെ ഇത് നമുക്ക് പറഞ്ഞ ലെറ്ററാണ്. ഇത് നമ്മൾ ചില ലെറ്റർ കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പൊ സ്റ്റോർ റൂമിൽ കയറുന്ന ആൾക്കാർ ഈ ലെറ്റർ കോമൺ ആയിട്ട് വായിക്കണം. എനിക്ക് പേഴ്സണൽ ആയിട്ട് വരുന്ന ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് വായിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, മടക്കിയത് വേണമെങ്കിൽ പോക്കറ്റ് വെക്കാം. ഹലോ ചങ്ങായിമാരെ, ബിഗ് ബോസ് ആരംഭിച്ച് 2ാമത്തെ വീക്ക് മുതൽ ബിഗ് ബോസ് ഇപ്പൊ കഴിഞ്ഞിട്ട് പോലും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് റോക്കിയും സിജോയും തമ്മിലുണ്ടായിരുന്ന ഫൈറ്റും, മറ്റൊന്ന് നമ്മുടെ ജാസ്മിന് വന്ന കത്തും. ആ കത്തിന് അകത്ത് എന്തായിരുന്നു, ഗെയിമിനെ കുറിച്ചാണോ, ജാസ്മിന് പുറത്തുള്ള സൈബർ ആക്രമണത്തെ കുറിച്ചാണോ, അല്ലെങ്കിൽ ജാസ്മിനുള്ള സൂചനയാണോ എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ റോക്കിക്ക് സിജോ മാപ്പ് കൊടുത്തോന്നും, അതേപോലെ തന്നെ സിജോന് ഈ കപ്പ് കിട്ടാതിരിക്കാൻ റോക്കിയുടെ ആ ഇടി അല്ലെങ്കിൽ ആ പഞ്ച് ആയിരുന്നോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് തന്നെ ബിഗ് ബോസ് അവസാനിച്ചു പുറത്തിറങ്ങിയതിനു ശേഷം സിജോ കൊടുത്ത ചില ഇന്റർവ്യൂവിൽ ഈ രണ്ട് വിഷയത്തെക്കുറിച്ചും സിജോ കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. ആദ്യം തന്നെ സിജോ ഈ പറയുന്ന റോക്കിയുടെ പഞ്ചിനെ കുറിച്ചും റോക്കിക്ക് മാപ്പ് കൊടുത്തോ എന്നതിനെ കുറിച്ചും, കാരണം ആ പ്രോഗ്രാമിലെ ബിഗ് ബോസിനകത്ത് തന്നെ വെച്ച് സിജോ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് അങ്ങനെ ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് പരാതിയും കാര്യങ്ങളൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ബിഗ് ബോസിൽ നിന്ന് സിജോ പുറത്തു പോകുന്നു, പിന്നെ തിരിച്ചു വരുന്നതും കാണാം. പിന്നെ റോക്കി ഒരുപാട് ഇന്റർവ്യൂകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സിജോ പുറത്തിറങ്ങിയതിന് ശേഷം പറയുന്നുണ്ട്, ഈ പറയുന്ന റോക്കിക്ക് മാപ്പ് കൊടുക്കാൻ എനിക്ക് കഴിയില്ല, കാരണം ആളുടെ മാരേജ് മാറ്റി വെക്കേണ്ടി വന്നു, കപ്പ് കിട്ടാനുള്ള വഴി പോലും ഈ പറയുന്ന ഫൈറ്റ് കാരണം ഇല്ലാണ്ടായി, അതുകൊണ്ട് തന്നെ മാപ്പ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വാക്ക് മാറ്റി പറയാൻ ഇടയായത് എന്നതിനെ കുറിച്ച് സിജോ പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. തുടർന്ന് ബിഗ് ബോസിനകത്ത് ജാസ്മിൻ എന്ന കത്തിനെ കുറിച്ചും സിജോ പറയുന്നുണ്ട്. ഈ കത്ത് വന്ന സമയത്ത് സിജോ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. പ്ലസ് എന്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സിജോനുള്ള അഭിപ്രായം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കത്തുകൾ മറ്റുള്ളവർക്ക് വരുന്നുണ്ടോ, സിജോന് വന്നിട്ടുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ സിജോ പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. തീർച്ചയായിട്ടും അത് സത്യാവസ്ഥയല്ലേ. അതെ അതെ, ഞാൻ ക്ഷമിച്ചു എന്നേ ഇപ്പോഴും ഞാൻ പറഞ്ഞു ക്ഷമിച്ചല്ലോ. ക്ഷമിക്കുക എന്നുള്ളതും എന്താ പറയണ്ടേ, ഇപ്പൊ ഞാൻ അവിടെ വെച്ച് കാര്യം പറയാം. എനിക്ക് ഓപ്പറേഷൻ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടാകുമെന്നോ ഞാൻ ഇത്ര ദിവസം ഹൗസിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്നോ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്റെ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെ സ്റ്റിൽ ഇപ്പോഴും ഉള്ള എന്റെ കാര്യങ്ങളിനകത്ത് ലിമിറ്റേഷൻസ് വരുമെന്ന് എനിക്കപ്പോൾ അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്റെ ആ സമയത്തുള്ള ചിന്ത എന്ന് പറയുന്നത് 2 ദിവസം കഴിഞ്ഞ് ഞാൻ എണീറ്റ് അങ്ങ് നടന്ന് ഈ ഹൗസിൽ ആക്റ്റീവായിട്ട് ഞാൻ ഉണ്ടാവും. ഇതാണ് അപ്പോഴത്തെ എന്റെ ചിന്താഗതി. അപ്പൊ ആ സമയത്താണ് നമ്മൾ പറയുന്നത്, എനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നത് എനിക്ക് കംപ്ലൈന്റ് ഇല്ല, ഞാനൊരു കംപ്ലൈന്റ് എപ്പോഴും കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു വ്യക്തി ചെയ്യേണ്ട സാമാന്യ മര്യാദകളുണ്ട് എപ്പോഴും. ഓക്കെ, അതായത് ഇപ്പോ ഇത്രയും ദിവസം 28ഓളം ദിവസം ഞാൻ എവിടെയായിരുന്നു എന്താണെന്നുള്ളത്, ഞാൻ നാട്ടിലെത്തിയിട്ടില്ല, വീട്ടിലെത്തിയിട്ടുണ്ട്, വീട്ടുകാരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ആ സമയത്ത് പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. ആ മര്യാദകൾ അവിടെ നിന്ന് ഉണ്ടാകാതാകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമുക്കിപ്പോ ഇപ്പോ ഒരാൾ നമ്മളോടൊരു മിസ്റ്റേക്ക് ആയിട്ട് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്ത കാര്യങ്ങൾ ബിഗ് ബോസിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്കപ്പുറം ഞാൻ ഒന്നും ആരും ചെയ്തിട്ടില്ല. അതായത് ബിഗ് ബോസിന്റെ റൂള് എഗെയിൻസ്റ്റ് ആയിട്ട് പെരുമാറുകയോ അല്ലെങ്കിൽ ഒരു മോശം പ്രസ്താവന ഒരാൾക്കെതിരെ ഉന്നയിക്കുകയോ വ്യക്തിഹത്യ ചെയ്യുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ ഇപ്പോഴും എന്റെ ഭാഗങ്ങൾ ക്ലിയർ ആയിട്ട് എനിക്കറിയാം. ഞാൻ അവിടെ പ്രൊവോക്ക് ചെയ്ത് എന്ന് ആൾക്കാർ പറയുന്നുണ്ട്, ഞാൻ പ്രൊവോക്ക് ചെയ്തു. മേ ബി അത് കാണുന്ന ആൾക്കാർക്ക് പ്രൊവോക്കിംഗ് ആയിരിക്കാം, അതുപോലെ പ്രൊവോക്കിംഗ് ആണെന്ന് പറയുകയും ചെയ്യാം. ഞാൻ ഒരാളെ പ്രൊവോക്ക് ചെയ്തു. ബിഗ് ബോസ് പ്രൊവോക്ക് ചെയ്യേണ്ട ഷോ തന്നെയാണ്. ബിഗ് ബോസ് തീർച്ചയായിട്ടും ആൾക്കാരെ പ്രൊവോക്ക് ചെയ്താണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ ആ സമയത്ത് ഒരാളുടെ ആക്ട് വേറൊരാൾക്ക് അയാളുടെ വ്യക്തി ജീവിതത്തെ പോലും ബാധിക്കുന്ന രീതിയിൽ, അയാൾക്ക് ഫാമിലി ഉണ്ട് അല്ലെ, അപ്പോൾ ആ വ്യക്തി കാണിക്കേണ്ട കുറെ മര്യാദകളുണ്ട്. അത് കാണിച്ചില്ല എന്ന് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് അറിയുകയും, ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എയർപോർട്ടിൽ വന്ന സമയത്ത് സൗഹൃദം തുടരാൻ താല്പര്യമില്ലെന്നാണ് പറഞ്ഞത്, അതിൽ മലിക് ഉദ്ദേശിച്ചത് അല്ലെ. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ബേസിക് മര്യാദ ചെയ്യേണ്ട ആൾ അത് ചെയ്തിട്ടില്ല എന്ന് അറിയുമ്പോഴത്തേക്കും പിന്നെ ഞാൻ എന്ത് കാണിക്കാനാണ് അയാൾക്ക് വേണ്ടി സൗഹൃദത്തിന് വേണ്ടി പോകുന്നത്? അതിന്റെ ആവശ്യം എന്താ? അങ്ങനെ സൗഹൃദത്തിന് പോയി കഴിഞ്ഞാൽ വിഡ്ഢിയായിട്ട് മാറും. ശരിയല്ലേ മലിക്? ഇതിൽ സിജോ പറയുന്നത്, ഒന്ന് റോക്കി ആ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം സിജോ ഹോസ്പിറ്റലാവുന്നു, ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും റോക്കി ആ സമയത്ത് മാപ്പ് പറയുന്നതോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഫീല് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ പോകെ ഈ പറയുന്ന ഫിനാലെ കഴിഞ്ഞ സമയത്താണ് റോക്കി സിജോനോട് മാപ്പ് പറയുന്നതായിട്ട് നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ ഞാൻ സിജോനോട് ക്ഷമിക്കാൻ ചോദിക്കുന്നു, അല്ലെങ്കിൽ സിജോനോട് ക്ഷമിക്കുക എന്നൊക്കെ പറയുന്നത് ആ സമയത്താണ് കണ്ടത്. അതിനുശേഷം റോക്കി കുറെ ഇന്റർവ്യൂകൾ കൊടുക്കുന്നു, അതിൽ ന്യായീകരിക്കുന്നത് കാണാം. പിന്നെ റോക്കിയുടെ കാര്യം പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇപ്പൊ 6ാമത്തെ സീസൺ വരെ വന്നിട്ട് മലയാളത്തിൽ നിന്നിട്ട് ഇത്രത്തോളം കോമാളിയായിട്ട്, ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോയിട്ട് ഇത്രത്തോളം കോമാളിയായിട്ട് ഒരു വ്യക്തി റോക്കി മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന
ബിഗ് ബോസ് സീസൺ 6 ഒരുപാട് പേരെ പല തവണയായിട്ട് ബിഗ് ബോസിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. ഈ റോക്കിനെ ഒരു വിഷയത്തിനും ഒരു കാരണത്തിനും വേണ്ടി അതിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചിട്ടില്ല. ഫിനാലയുടെ സമയത്ത് വിളിച്ചിട്ടുണ്ടായില്ല, ഗസ്റ്റായിട്ട് ചെന്ന സമയത്ത് വിളിച്ചിട്ടുണ്ടായില്ല. ഇങ്ങനെ ഒരു കാര്യത്തിനും ബിഗ് ബോസ് വിളിച്ചിട്ടില്ല. അതേപോലെ തന്നെ റോക്കിനെ കൃത്യം പറഞ്ഞാൽ തഴുകി എന്ന് തന്നെ പറയാം, മാറ്റി നിർത്തിയാണ് ബിഗ് ബോസ് ചെയ്തിരിക്കുന്നത്. കാരണം ഒന്ന് ബിഗ് ബോസ് ഇത്രയുള്ള ഈ മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ നോക്കിയാൽ ഇത്രത്തോളം കോമാളി ആയത്, ബിഗ് ബോസിൽ നിന്ന് പോയിട്ട് ഇത്രത്തോളം കോമാളി ആയ ഒരു വ്യക്തി റോക്കി മാത്രമേ ഉള്ളൂ. അത് പല സ്റ്റാറ്റസ് വേണമെങ്കിൽ അത് കാണാം. പിന്നെ അല്ലെങ്കിൽ എന്തിനേറെ തമാശയാണ്, റോക്കി ചെയ്യുന്ന വീഡിയോസ് തന്നെ കണ്ടു കഴിഞ്ഞാൽ വളരെയേറെ തമാശയായിട്ട് തോന്നും. അത് ഇപ്പൊ ഈ വിഷയം ഇത്തരം മാറ്റി വെക്കുകയാണെങ്കിൽ പിന്നെ സംസാരിക്കുന്നതാണ് നമ്മുടെ ജാസ്മിന് വന്ന കത്തിനെ കുറിച്ച്. ഈ കത്തിന് ജാസ്മിന് വന്ന് എന്താണ് ആ കത്തിൽ ഉണ്ടാകുക, ഇതേപോലെയുള്ള കത്തുകൾ മറ്റുള്ളവർക്ക് വന്നോ എന്നതിനെ കുറിച്ചൊക്കെ സിജോ പറയുന്നുണ്ട്. അതും കൂടി നോക്കാം. അതെന്തോ അല്ലേ, അത് സംഭവമൊന്നുമല്ല. അതെന്നറിയോ, നമ്മൾ നമ്മുടെ മെഡിക്കൽ റൂമിലേക്ക് കയറുമ്പോഴത്തേക്കും ഇപ്പൊ എന്റെ അടുത്ത് സിജോ ഇന്ന മെഡിസിൻ ഇന്ന സമയത്ത് കഴിക്കണമെന്നൊക്കെ എനിക്ക് പറയാറുണ്ട്. അതിനുശേഷം ഞാൻ നമ്മുടെ ബിഗ് ബോസിലേക്ക് മെഡിക്കൽ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. മെഡിക്കൽ റൂമിൽ ക്യാമറ ഒന്നും ഇല്ല. മെഡിക്കൽ റൂമിൽ പറഞ്ഞാൽ നിങ്ങളൊന്നും ആരും കാണില്ല. അതിനുശേഷം നമ്മൾ ഇവിടേക്ക് വന്നിട്ട് സ്റ്റോർ റൂമിൽ ബെല്ലടിക്കും. സ്റ്റോർ റൂമിൽ ബെല്ലടിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാറുണ്ട്. നമ്മൾ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് പേഴ്സണൽ ലെറ്റർ വരുവാണ്. അതായത് ഇപ്പൊ സിജോ, ഇത് സിജോയ്ക്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുന്നത്. അപ്പൊ സിജോയ്ക്ക് എന്ന് പറഞ്ഞിട്ട് സിജോയുടെ മെഡിസിൻ ഇന്ന കഴിക്കണം അങ്ങനെ ആയിരിക്കും പറയുന്നത്. ഡ്രസ്സ് വന്നില്ല എന്നുണ്ടെങ്കിൽ സിജോയ്ക്ക് ഈ വീക്കിൽ ഡ്രസ്സ് വന്നിട്ടില്ല, അതുകൊണ്ട് വീട്ടുകാർ അയച്ചാൽ ഉടൻ തന്നെ, ഇത് നമുക്ക് പറഞ്ഞ ലെറ്ററാണ്. ഇത് നമ്മൾ ചില ലെറ്റർ കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പൊ സ്റ്റോർ റൂമിൽ കയറുന്ന ആൾക്കാർ ഈ ലെറ്റർ കോമൺ ആയിട്ട് വായിക്കണം. എനിക്ക് പേഴ്സണൽ ആയിട്ട് വരുന്ന ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് വായിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, മടക്കിയത് വേണമെങ്കിൽ പോക്കറ്റ് വെക്കാം. ചില ആൾക്കാർ ചില ലെറ്റർ മടക്കി പോക്കറ്റ് വെക്കാറുണ്ട്. ജാസ്മിന്റെ കാര്യത്തിലാണെങ്കിലും ജാസ്മിന് വ്യക്തിപരമായിട്ട് ഇപ്പോൾ ഡ്രസ്സ് വന്നില്ലെന്നോ അല്ലെങ്കിൽ ജാസ്മിന്റെ വീട്ടിലെ കാര്യങ്ങളോ വീട്ടിലെ കാര്യങ്ങൾ അറിയിക്കേണ്ട കാര്യങ്ങൾ, ഞാൻ മറ്റു കാര്യങ്ങളല്ല പറയുന്നത്. ഇപ്പൊ നമ്മുടെ നന്ദന ക്യാപ്റ്റൻ ആയ സമയത്ത് നന്ദനയ്ക്ക് ഏറ്റവും ആദ്യം നന്ദന ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ വന്നു. നന്ദന ആ ലെറ്റർ മടക്കിയിട്ട് സൂക്ഷിച്ചു വെച്ചു, കാരണം ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ജാസ്മിന്റെ ആ ലെറ്റർ അവർക്ക് പേഴ്സണലി കൊടുത്ത ലെറ്റർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ആ ലെറ്ററിന്റെ ആശയം എനിക്ക് അറിയില്ല. അപ്പൊ ചിലപ്പോൾ അവർ ആ ഒരു ആ ലെറ്റർ അവളുടെ വ്യക്തിപരമായിട്ടുള്ള ലെറ്റർ ആയതുകൊണ്ട് അത് മടക്കിയെടുത്ത് പോക്കറ്റ് വെച്ചതായിരിക്കാം. അല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ കാര്യങ്ങൾ ആ ലെറ്റർ എല്ലാവർക്കും വരാറുണ്ട്. അങ്ങനെ എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. കാരണം എന്റെ മെഡിസിന്റെ കാര്യമൊക്കെ ഇതിൽ സിജോ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ചാൽ ബിഗ് ബോസ് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങൾ, പേഴ്സണലായിട്ട് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് ആ ലെറ്ററിൽ ഉണ്ടായത്. അതല്ലാതെ ഗെയിമിനെ കുറിച്ചോ അല്ല പുറത്തെ വിഷയങ്ങളെ കുറിച്ചോ അല്ല ജാസ്മിന് വന്നതെന്നും ഇതുപോലെയുള്ള പല ലെറ്ററുകളും അതിനുള്ളിൽ വരുന്ന പലർക്കും വരാറുണ്ട് എന്നും ഇതിൽ സിജോ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ പലർക്കും വരുന്ന ലെറ്ററുകളൊന്നും നമുക്കത് കാണാൻ കഴിയാറില്ല. ഈ പറയുന്ന സിജോക്ക് വന്നതാവട്ടെ അല്ലെ മറ്റുള്ള കണ്ടസ്റ്റൻസിന് വന്നതൊന്നും നമ്മൾ അത് കണ്ടിട്ടില്ല. പകരം ജാസ്മിന് വരുന്ന കാണിക്കുകയും ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് പുറത്ത് വളരെയേറെ ചർച്ച നടക്കണ്ടായിരുന്നു ആ സമയത്തും. അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പുറത്ത് ആരും സംസാരിക്കുക എന്തിനാണ്, ബിഗ് ബോസ് പോലും അതിനെക്കുറിച്ചൊരു എന്താണ് എക്സ്പ്ലനേഷൻ തരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായില്ല. ആ കാണാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് അത്രത്തോളം ചർച്ചകൾ പുറത്ത് നടന്നത്. ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ബിഗ് ബോസ് ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്ലൂ ജാസ്മിന് കൊടുക്കുകയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെ പുറത്തെ കാര്യങ്ങൾ ഇങ്ങനെ ജാസ്മിന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് പുറത്ത് ചർച്ചയാവുകയോ അല്ലെങ്കിൽ പുറത്ത് കാണുകയോ ചെയ്തതിനാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ പ്രോഗ്രാമിന് ഒരു നാണക്കേടാണ്. അപ്പൊ അങ്ങനെയുള്ള കാരണത്താൽ തന്നെ ഈ കൊടുക്കുന്ന ഈ സീൻ വേണമെങ്കിൽ ബിഗ് ബോസിന് കട്ട് ചെയ്ത് കളയാവുന്നുള്ളൂ. അങ്ങനെ കട്ട് ചെയ്ത് കളയാത്തത് എന്തുകൊണ്ടാണ്, അത് അങ്ങനത്തെ ഒരു വിഷയമല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ അത് എല്ലാവരും കൊടുക്കുന്ന ഒരു വിഷയമല്ല, കോമൺ ഒരു വിഷയമായത് കൊണ്ടായിരിക്കും എന്ന് നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ജാസ്മിന് ഈ കൊടുത്തിരിക്കുന്ന ആ കത്ത് അല്ലെങ്കിൽ പുറത്ത് സംസാരിക്കപ്പെട്ട ഈ കത്തിന്റെ എന്താണ്, ആ കത്തിന്റെ ഉള്ളടക്കം എന്തായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ കത്ത് വല്ല പുറത്തുനിന്നുള്ള നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ക്ലൂവോ അടങ്ങിയത് അല്ല എന്നത് ഇപ്പൊ സിജോന്റെ വീഡിയോ തന്നെ മനസ്സിലാക്കാം. പിന്നെ മറ്റൊന്ന്, റോക്കിക്ക് സിജോ ക്ഷമിച്ചു കൊടുത്തുള്ള കാരണം സിജോന്റെ ലൈഫ് തന്നെ കുറെ അച്ചീവ്മെന്റും കാര്യങ്ങളും ഉള്ളതൊക്കെ എല്ലാം തന്നെ അവതാളത്തിലായത് റോക്കിയുടെ പഞ്ചാണ്. പ്രൊവോക്ക് ചെയ്തു എന്നാണ് ആ പ്രോഗ്രാമെ പ്രൊവോക്ക് ചെയ്യുന്നതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പൊ അതില് ഈ ഒരു ചെറിയ രീതിയിലുള്ള പ്രൊവോക്കേഷൻ പോലും കാമായിട്ട് എടുക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെ ആ ഗെയിമിൽ തുറന്നു പോകാൻ കഴിയില്ല. മനസ്സിലായില്ലേ? 6 വർഷത്തോളം ആ പ്രോഗ്രാം എന്താണെന്ന് കണ്ടിട്ടാണ് റോക്കി അതിൽ ചെന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ഇതുപോലുള്ള ചെറിയൊരു പ്രൊവോക്കേഷൻ പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല, താങ്ങാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആ റോക്കിയുടെ ഒരു ഫോൾട്ട് തന്നെയാണ്. റോക്കി പുറത്തു പോകേണ്ട വ്യക്തി തന്നെയാണ്. പക്ഷെ പുറത്തു പോയപ്പോൾ ഒരാളുടെ ലൈഫ് മുന്നോട്ടുള്ള നല്ല ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലായി പോയി എന്ന് മാത്രം. പ്രൊവോക്കേഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോക്കൊക്കെ വന്നതിന്റെ പാതി പോലും റോക്കിക്ക് വന്നിട്ടില്ല സത്യം പറഞ്ഞാല്. ഈ പറയുന്ന റോക്കി ഒരു ഇന്റർവ്യൂ കൊടുത്ത പറയണ്ടായി ജിൻഡോക്ക് കപ്പ് കിട്ടാനുള്ള അർഹതയില്ല, ജിൻഡോ എന്താണ് കാണിച്ചിരിക്കുന്നത്. ആദ്യം 16 ദിവസം റോക്കി അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ 16 ദിവസം ജിൻഡോ കാണിച്ചൊന്നും കണ്ടിട്ടില്ല. ജിൻഡോ ഒരു നല്ല ഗെയിമർ അല്ലെന്നൊക്കെ പറയണ്ടായി. ജിൻഡോ എന്താണ് ഗെയിം എന്നുള്ള, ജിൻഡോ അതിനുള്ളിൽ പോയിട്ട് എല്ലാവരും പഠിച്ചിട്ടാണ് ചെന്നതെന്നുള്ളതും അത്രയും ദിവസം 100 ദിവസം അതിൻ്റെ ഉള്ളിൽ നിന്ന് കപ്പ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ജിൻഡോന് അതിന് അർഹത ഉണ്ടെന്ന് അർത്ഥം. പിന്നെ പറയുന്നുണ്ട് ജാസ്മിനാണ് കിട്ടണത്. ജാസ്മിൻ കുറെ അപമാനപ്പെട്ടിട്ടുണ്ട്, കുറെ നാണം കെട്ടിട്ടുണ്ട്, കുറെ ഗെയിമുകൾ കളിച്ചിട്ടുണ്ട്, കുറെ
ആരോഗ്യപരമായിട്ടും ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടൊക്കെ തകർന്നിട്ടുണ്ടെന്നൊക്കെ. ഇതൊന്നും കപ്പ് കിട്ടാനുള്ള ഒരു അർഹതയല്ല. അർഹത എന്താണ്? ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടണം. ജനങ്ങൾ കൊടുക്കുന്നതാണ് ആ കപ്പ്. സത്യമാണ് വോട്ട് വഴി. അത് ജിൻഡോ നേടി. ജാസ്മിന് അത് പറ്റിയിട്ടില്ല. പകരം ജാസ്മിൻ ഉണ്ടാക്കിയ എന്താണ്? ജനങ്ങളിൽ നിന്നും എത്രത്തോളം നെഗറ്റിവിറ്റി സ്വന്തമാക്കാൻ പറ്റും അത്രത്തോളം സ്വന്തമാക്കിയാണ് ചെയ്തത്. എന്നിട്ട് കടന്ന് മെഴുകിയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇത്ര മാത്രം എനിക്ക് ഈ പറയുന്ന ഇന്റർവ്യൂവിൽ ഈ പറയുന്ന സിജോ പറയുന്നത് കണ്ടിട്ട് തോന്നിയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.